നമസ്കാരം. ഹെൽത്ത് റിസർച്ച് സ്കോളറിലേക്ക് സ്വാഗതം. നേരത്തെ ഒരു വീഡിയോയിൽ നമ്മൾ യൂട്ടിലിറ്റി എന്ന സങ്കല്പത്തെക്കുറിച്ച് പറഞ്ഞു. അതായത് ഒരു ആരോഗ്യ പ്രവർത്തനം കൊണ്ട് ഉണ്ടാകുന്ന പ്രയോജനം ഒന്ന് നമുക്ക് ഏകദേശ തർജ്ജമ ആയിട്ട് ഉപയോഗിക്കാം. യൂട്ടിലിറ്റി എന്നുള്ള വാക്ക് കുറച്ചുകൂടെ കോംപ്ലക്സ് ആണ്, സങ്കീർണമാണ്. പക്ഷേ എന്നാലും തൽക്കാലം പ്രയോജനം. പക്ഷേ ആ പ്രയോജനം എങ്ങനെ അളക്കും എന്ന് ഉള്ളത് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതിനെക്കുറിച്ച് തന്നെ ഒരുപാട് ഗവേഷണങ്ങൾ നടന്നിട്ടുണ്ട്. പ്രധാനമായും രണ്ട് തരത്തിലുള്ള യൂണിറ്റുകളാണ്, അല്ലെങ്കിൽ രണ്ട് തരത്തിലുള്ള സ്കെയിലുകളാണ് അത് യൂട്ടിലിറ്റി മെഷർ ചെയ്യാനായിട്ട് ആരോഗ്യ മേഖലയിൽ ഉപയോഗിക്കുന്നത്. ഒന്നിൻ്റെ പേര് ക്വാളി, മറ്റതിൻ്റെ പേര് ഡാലി. ക്വാളി QUALY എന്ന് പറഞ്ഞാൽ ക്വാളിറ്റി അഡ്ജസ്റ്റഡ് ലൈഫ് ഇയേഴ്സ്. തിരിച്ച് ഡാലി എന്ന് പറയുമ്പോൾ ഡിസബിലിറ്റി അഡ്ജസ്റ്റഡ് ലൈഫ് ഇയേഴ്സ്. ഈ രണ്ട് സങ്കല്പങ്ങളെ കുറച്ചുകൂടി വിശദമാക്കാനാണ് ഈ വീഡിയോ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ നമുക്കൊരു ആരോഗ്യ പ്രവർത്തനം നടത്തുമ്പോൾ ഒന്നുകിൽ ഇപ്പോൾ പുകവലി ഒഴിവാക്കുന്നു എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു ഇമ്മ്യൂണൈസേഷൻ നടത്തുന്നു. അപ്പോൾ അതുകൊണ്ട് കുറേ മരണങ്ങൾ ഒഴിവാക്കപ്പെടുന്നുണ്ട്. അതോടൊപ്പം തന്നെ കുറച്ച് കൂടുതൽ കാലം ജീവിക്കാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ആ കൂടുതൽ കാലം ജീവിക്കുന്ന ആളുകൾ ചിലപ്പോൾ എന്തെങ്കിലും പ്രയാസത്തോടു കൂടിയായും ജീവിക്കുന്നത്. ഇപ്പോൾ നമുക്കൊരു പക്ഷാഘാതം വന്ന് കിടപ്പിലായ ഒരാൾ ജീവിക്കുമ്പോൾ അയാൾക്ക് ഒരു പൂർണ്ണ ആരോഗ്യവാനെ പോലെ അല്ല ജീവിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരും പൂർണ്ണ ആരോഗ്യത്തോടു കൂടി ജീവിക്കുന്ന ഒരാളുടെ ഒരു വർഷവും ഈ ഒരു പക്ഷാഘാതം വന്ന് അല്ലെങ്കിൽ കാലുകൾ തളർന്ന് ജീവിക്കുന്ന ഒരാളുടെ ഒരു വർഷവും തമ്മിൽ സമപ്പെടുത്താൻ സാധിക്കില്ല. അപ്പോൾ നമ്മൾ പൂർണ്ണ ആരോഗ്യത്തോടെയുള്ള ഒരു വർഷത്തിന് ഒന്നൊരു സ്കോർ കൊടുക്കുകയാണെങ്കിൽ കാലുകൾ തളർന്ന ഒരാളുടെ ഒരു വർഷത്തെ ജീവിതത്തിന് നമ്മൾ ചിലപ്പോൾ അതിൻ്റെ പകുതിയോ അല്ലെങ്കിൽ 60% അങ്ങനെയുള്ള ഒരു വാല്യൂ ആണ് അതിന് കൊടുക്കുക. അപ്പോൾ എങ്ങനെയാണ് ആ വാല്യൂ എത്തുന്നതെന്നുള്ളത് നമുക്ക് ഇപ്പോൾ കുറച്ചുകൂടി അതൊരു അഡ്വാൻസ്ഡ് കോൺസെപ്റ്റാണ്, അതിലേക്ക് നമ്മൾ കടക്കുന്നില്ല. പക്ഷേ അങ്ങനെ ഓരോന്നിനും ഓരോ റാങ്ക് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ക്വാളി എന്ന് പറയുമ്പോൾ ഇതാണ് അതിൻ്റെ സങ്കല്പം. ഒരു പൂർണ്ണ ആരോഗ്യവാൻ്റെ ഒരു വർഷത്തിന് ഒരു മാർക്ക് കൊടുക്കുകയാണെങ്കിൽ ഓരോ പ്രശ്നങ്ങളുള്ള അവരുടെ ക്വാളിറ്റി കുറഞ്ഞു, അവരുടെ ആ ഒരു പ്രശ്നം കൊണ്ട് ഇപ്പോൾ കണ്ണ് കാണാൻ വയ്യാത്ത ഒരാൾ, അതുകൊണ്ട് അയാളുടെ ജീവിതത്തിൻ്റെ ഗുണനിലവാരം കുറയുകയാണ്. അപ്പോൾ അത് എത്രത്തോളം കുറയുന്നു എന്നുള്ളതിന് നമ്മളൊരു മാർക്ക് കൊടുത്തിട്ട് അത് ചിലപ്പോൾ 50% താഴെ ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പം 10% ആയിരിക്കാം കൊടുക്കുന്നത്. അങ്ങനെ അത് വെച്ചിട്ട് അപ്പോൾ ഒരു ആരോഗ്യ പ്രവർത്തനം കൊണ്ട് എത്ര ഇപ്പോൾ 100 പേരുടെ ജീവിതം ഒരു വർഷം നീട്ടി എന്ന് പറയുകയാണെങ്കിൽ അതിന് ഒരു 100 ക്വാളി കൊണ്ട് ആ പ്രയോജനം അത് ആ പ്രവർത്തനം കൊണ്ട് ഉണ്ടായി എന്ന് പറയാം. പക്ഷേ എന്നാൽ അങ്ങനെ 100 വർഷം ഒരു വർഷം നീട്ടിക്കിട്ടുന്ന 100 പേരിൽ കുറച്ച് പേരെങ്കിലും എന്തെങ്കിലും ഡിസബിലിറ്റി, എന്തെങ്കിലും പ്രശ്നങ്ങളോടുകൂടി ക്വാളിറ്റി ഇല്ലാത്ത ലേക്കാണ് നീങ്ങുന്നതെങ്കിൽ അതനുസരിച്ച് നമ്മൾ സ്കോർ കുറയ്ക്കും. അപ്പോൾ ഓരോ ആരോഗ്യ പ്രവർത്തനം കൊണ്ടും എത്ര ക്വാളികളുടെ പ്രയോജനം ഉണ്ടായി എന്നത് ഇതുവഴി നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. ഡാലി എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു തിരിച്ചുള്ള ഒരു സങ്കല്പമാണ്. അതായത് ഡാലി എന്ന് പറയുന്നത് ഡിസബിലിറ്റി അഡ്ജസ്റ്റഡ് ലൈഫ് ഇയേഴ്സ്. അങ്ങനെ വരുമ്പോൾ ഒരാൾ മരിച്ചു പോവുകയാണെങ്കിൽ അയാളുടെ ഇപ്പോൾ 30 സാധാരണ നിലയിൽ ഇപ്പോൾ ഏകദേശം 70 വയസ്സ് കൂടുതലാണ് നമ്മുടെ പ്രതീക്ഷിത ആയുർദൈർഘ്യം. അങ്ങനെയുള്ള ഒരാൾ 30 വയസ്സിൽ മരിക്കുകയാണെങ്കിൽ അപ്പോൾ അയാളുടെ അത്രയും വർഷത്തെ ജീവിതം നമുക്ക് സമൂഹത്തിന് നഷ്ടപ്പെടുകയാണ്. അപ്പോൾ ഒരു ആരോഗ്യ പ്രവർത്തനം കൊണ്ട് അത് ഒഴിവാക്കാൻ കഴിഞ്ഞാൽ എത്രത്തോളം ഡാലികളുടെ നഷ്ടം ഒഴിവാക്കി എന്നുള്ള കണക്കാണ് ഡാലി എന്ന് സൂചിപ്പിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ അതിനും ഇതുപോലെയുള്ള അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്. ഇപ്പം ചിലപ്പോൾ ഒരാൾ മരിക്കുന്നില്ലായിരിക്കും, പക്ഷേ ഏതെങ്കിലും ഡിസബിലിറ്റിയോടുകൂടി ജീവിക്കാൻ സാധിക്കുമായിരിക്കും. അങ്ങനെയാണെങ്കിൽ ആ ഡാലികളുടെ നഷ്ടം അതനുസരിച്ച് കുറയും. അതിൻ്റെ ഒരു വെയിറ്റേജ്, അതായത് മുഴുവനായിട്ടുള്ള ഒരു വർഷത്തിന് പകരം പകുതി വർഷം അങ്ങനെയൊക്കെ ആയിരിക്കും നഷ്ടപ്പെടുന്നത്. അപ്പോൾ ഇങ്ങനെ കണക്ക് കൂട്ടിയിട്ട് എത്രത്തോളം പ്രയോജനങ്ങൾ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ എത്രത്തോളം പ്രശ്നങ്ങൾ ഒഴിവാക്കപ്പെടുന്നു എന്നുള്ളതാണ് ഡാലിയിൽ നമ്മൾ കണക്ക് കൂട്ടുന്നത്. ക്വാളിയിൽ നേരെ തിരിച്ച് എത്രത്തോളം പ്രയോജനം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഇത് രണ്ടും തമ്മിൽ എന്താണ് വ്യത്യാസം എന്ന് ചോദിച്ചാൽ, സാധാരണയായി ക്വാളികളെ നമ്മൾ ഉപയോഗിക്കുന്നത് ഇൻഡിവിജ്വൽസ്, അതായത് വ്യക്തിപരമായ കാര്യങ്ങൾക്കാണ്. ഇപ്പോൾ അത് മിക്കവാറും നമ്മൾ ആശുപത്രികളിലൊക്കെയുള്ള ക്ലിനിക്കൽ സിറ്റുവേഷൻസിലാണ് ക്വാളികൾ ഉപയോഗിക്കുന്നത്. ഒരു പ്രത്യേക ഇൻ്റർവെൻഷൻ, ഒരു ഓപ്പറേഷനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും പ്രൊസീജിയർ കൊണ്ട്
എത്ര ദിവസങ്ങൾ എത്ര വർഷങ്ങൾ അയാൾക്ക് കൂട്ടിക്കിട്ടുന്നു എന്നുള്ള രീതിയിൽ, അതാണ് ക്വാളി. നേരെ തിരിച്ച് ഡാലി ഉപയോഗിക്കുന്നത് സമൂഹത്തിനാണ്. അപ്പോൾ അതൊരു പ്രത്യേക ആക്ടിവിറ്റി, ഇപ്പോൾ ഹെൽമെറ്റ് നിയമം കർശനമായി നടപ്പിലാക്കുന്നതുകൊണ്ട് എത്ര ഡാലികൾ നമ്മൾ ഒഴിവാക്കുന്നു, അതായത് എത്ര നഷ്ടം നമ്മൾ ഒഴിവാക്കുന്നു എന്നുള്ള കണക്കിനാണ് ഡാലികൾ ഉപയോഗിക്കുന്നത്. ഇങ്ങനെ ഈ രണ്ടും നമ്മൾ ഈ ആരോഗ്യ പ്രവർത്തനങ്ങളുടെ പ്രയോജനം അളക്കാനായിട്ട് ഈ രണ്ട് തരത്തിലുള്ള സ്കെയിലുകൾ ഉപയോഗിക്കാറുണ്ട്. മറ്റു കാര്യങ്ങൾ ഇനി അടുത്ത ഒരു വീഡിയോയിൽ നമുക്ക് പ്രതിപാദിക്കാം. നന്ദി.